സൂര്യണ്ണന്റെ കറുപ്പ് എന്ന സിനിമയുടെ കേരളത്തിലെ ലൈഫ് ടൈം ഫൈനൽ ബോക്സ് ഓഫീസ് തകർക്കാൻ പോവുകയാണ് തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ കഴിഞ്ഞ 15 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. ബ്ലാസ്റ്റ് നമ്മുടെ പ്രീതി മുകുന്ദൻ അർജുൻ സർജ അഭിനയിച്ച ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ബ്ലാസ്റ്റ്. കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ സിനിമയ്ക്ക് മാരകമായ ഹോൾഡ് ആണ് കാണാൻ സാധിക്കും. ഇന്നലെയാണെങ്കിലും സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 30 ലക്ഷത്തിന് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിച്ചത്. സിനിമയ്ക്ക് ഒരാഴ്ചയായിട്ട് നല്ലൊരു ഹോൾഡ് കാണുന്നുണ്ട്. ഇനി സിനിമ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് മൂന്നാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ് നിലവിൽ. ഇപ്പോഴും സിനിമയ്ക്ക് കേരളത്തിൽ നല്ലൊരു സ്ക്രീൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളം നിന്ന് മാത്രം 13 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ. തമിഴ്നാട് 24 കോടിയാണ്. സിനിമ 25 ലക്ഷത്തിലോട്ട് പോവുകയാണ്. നമുക്കറിയാം കേരളത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഇപ്രാവശ്യം പുറത്തിറങ്ങിയ തമിഴ് സിനിമയില് കറുപ്പ് എന്ന സിനിമയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് 14 കോടിനടുത്താണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ബ്ലാസ്റ്റ് സിനിമയ്ക്ക് 13 കോടി 35 ലക്ഷമാണ്. വെള്ളി ശനി ഞായറൊക്കെ സിനിമയ്ക്ക് കൊല തൂക്കാണ് വരാൻ പോകുന്നത് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു കളക്ഷൻ വന്നു കഴിഞ്ഞാൽ കറുപ്പ് സിനിമ ഞായറാഴ്ചയോടെ നമ്മുടെ കേരള ബോക്സിൽ ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് സിനിമ മാറുന്നതാണ് നിലവില് ഈ വർഷത്തെ. അത് മാത്രമല്ല സിനിമയിൽ തെലുങ്ക് ബോക്സ് ഓഫീസ് 8 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. കർണാടക ബോക്സ് ഓഫീസ് 4 കോടി. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് 20 ലക്ഷമാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഡൊമസ്റ്റിക് മാത്രം നിലവിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കേൾക്കാൻ സാധിക്കുന്നത് 46 കോടി 50 ലക്ഷമാണ്. ടോട്ടൽ സിനിമ നെറ്റ് കളക്ഷൻ മാത്രം ഇന്നലെ സിനിമയ്ക്ക് 1 കോടിനടുത്ത് കാണാൻ സാധിക്കും നമുക്ക്. അതും 2122 ഷോസില് നല്ല നെറ്റ് കളക്ഷൻ കാണുന്നുണ്ട്. ഇനി സിനിമ ടോട്ടൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 40 കോടി 44 ലക്ഷമാണ്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് 46 കോടി 50 ലക്ഷമാണ്. ഇനി സിനിമയുടെ ഓവർസീസിലോട്ട് പോകാൻ നമുക്ക് വിദേശത്തെ ബോക്സ് ഓഫീസ്. വിദേശത്തെ സിനിമയ്ക്ക് 15 ലക്ഷമാണ് ഇന്നലെ ലഭിച്ചത് കളക്ഷൻ ആയിട്ട്. അങ്ങനെ ടോട്ടൽ സിനിമയുടെ ഓവർസീസ് അല്ലെങ്കിൽ വിദേശത്തെ ബോക്സ് ഓഫീസ് 14 കോടി 5 ലക്ഷമാണ്. നല്ല രീതിയിൽ കളക്ഷൻ കാണുന്നുണ്ട് സിനിമയ്ക്ക്. റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഓവർസീസ്, അതുപോലെ തന്നെ നമ്മുടെ കേരള, തമിഴ്നാട്, തെലുങ്ക് ഭാഗത്തു നിന്നൊക്കെ ആയിട്ട്. കർണാടകേനേക്കാളും കളക്ഷനാണ് കേരള, തമിഴ്നാട്, തെലുങ്കിലൊക്കെ നമ്മുടെ ബ്ലാസ്റ്റ് തമിഴ് സിനിമയ്ക്ക്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ 15 ദിവസം കൊണ്ട് 60 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ LIK നിലവിലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ LIK നിലവിൽ വീണിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കെൻ അഭിനയിച്ച യൂത്ത് സിനിമയിൽ പിന്നാലെ തന്നെയാണ് നമ്മുടെ ബ്ലാസ്റ്റ് എന്ന തമിഴ് സിനിമ. ഓൾമോസ്റ്റ് 70 കോടിന്റെ മുകളിലാണ് പടത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിലെ പടം ഓൾമോസ്റ്റ് തമിഴ് പകർപ്പ് മാത്രം 40 കോടിന് മുകളിൽ ഗ്രോസ് ഉണ്ട്. തെലുങ്ക് 8 കോടിന് മുകളിൽ. നമുക്കറിയാം ബഡ്ജറ്റ് വെറും 18 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ്. ഇപ്പൊ തന്നെ സിനിമയ്ക്ക് 60 കോടിന് മുകളിലാണ് ഗ്രോസ് കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഷെയർ നിലവിൽ 29 കോടിന് മുകളിലാണ്. തിയേറ്ററിക്കൽ റിക്കവറി 300% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബഡ്ജറ്റ് റിക്കവറി ഓൾമോസ്റ്റ് 165% കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ തിയേറ്ററിക്കൽ പ്രോഫിറ്റ് മാത്രം അല്ലെങ്കിൽ റവന്യൂ 20 കോടിന് മുകളിലാണ്. എന്തായാലും ഗംഭീരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് തന്നെയാണ് ബ്ലാസ്റ്റ് എന്ന തമിഴ് സിനിമയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. ബ്ലാസ്റ്റ് എന്ന തമിഴ് സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.